ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിൽ 8-ാം ദിവസത്തിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനം ധ്യാനത്തിനായി നമുക്ക് പ്രാർത്ഥനാപൂർവം ഒരുമിച്ച് ധ്യാനിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. മടങ്ങി വരവിന്റെ നാടുകളിൽ, നോമ്പിന്റെ ഈ ദിനങ്ങളിൽ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരുറപ്പും വാഗ്ദത്തവുമാണ് ഈ വചനം. ഈ വചനത്തിൽ നിന്ന് 3 കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് ധ്യാനിക്കാം പ്രാർത്ഥനാപൂർവം. ഒന്നാമത്തെ ചിന്ത, സൃഷ്ടാവിന്റെ പരമാധികാരം വെളിപ്പെടുത്തുന്ന വചനമാണ് ഇത്. നിന്നെ സൃഷ്ടിച്ചവൻ എന്ന് വ്യക്തമായിട്ട് ഈ വചനത്തിൽ കർത്താവ് പ്രതിപാദിപ്പിക്കുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരാണോ നിന്നെ മെനഞ്ഞത്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അറിഞ്ഞ അതേ കർത്താവ് തന്നെ ഇവിടെ അരുളി ചെയ്യുന്നു, നിന്നെ നിർമ്മിച്ചതും നിന്നെ സൃഷ്ടിച്ചതും ഞാനാണ്. ആ ദൈവമായ കർത്താവ് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന്റെ പരമമായ അധികാരമാണ് ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. നമ്മെ നിർമ്മിച്ച ദൈവം വ്യക്തമായി വചനം പഠിപ്പിക്കുന്നു. മറ്റ് ജന്തുജാലങ്ങളെ സൃഷ്ടിച്ചതുപോലെ അല്ല നമ്മെ നിർമ്മിച്ചത്, സവിശേഷമായിട്ടാണ് സൃഷ്ടിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത്. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ന ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ ആരും ഉപയോഗശൂന്യരല്ല, ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. എല്ലാവരിലും ആ പരമചൈതന്യമായ ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. ആ ചൈതന്യം നഷ്ടപ്പെടുത്താതെ, ആ ചൈതന്യത്തെ നഷ്ടപ്പെടുത്തുന്ന പാപത്തെ അകറ്റി ജീവിതം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിനാണ് നമ്മുടെ മേൽ പൂർണ്ണമായ അധികാരവും കർത്തൃത്വവും. അതിനു വേണ്ടി വിധേയപ്പെടുക. പാപത്തിനും പിശാചിനും നമ്മൾ എന്ത് ചെയ്യരുത്, ഇടം കൊടുക്കരുത്. രണ്ടാമത്തെ ചിന്ത, ഈ ദൈവം, നമ്മെ നിർമ്മിച്ച ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. പേര് ചൊല്ലി വിളിക്കും. പേഴ്സണലായിട്ട് നമ്മെ അത്രത്തോളം അടുത്തറിയുന്ന ദൈവം, വ്യക്തിപരമായി നമ്മെ അറിയുന്ന ദൈവം. ഒരു മുറിക്കുള്ളിൽ പാർക്കുന്നവർക്ക് പോലും ഒരു പക്ഷെ വ്യക്തിപരമായി അത്രത്തോളം അടുത്തറിയാനുള്ള സാഹചര്യം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ഈ ദൈവം ഉള്ളതുപോലെ എന്നെയും നിങ്ങളെയും അറിയുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും എവിടെയായിരുന്നാലും, ചെടികളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആദാമിനെ ദൈവം വിളിക്കുന്നുണ്ട്. നീ എവിടെ ഒളിച്ചിരുന്നാലും, വേദനിച്ചിരുന്നാലും, രോഗക്കിടക്കയിൽ കിടന്നാലും, പ്രത്യേകിച്ച് ആശുപത്രി കിടക്കകളിലൊക്കെ വളരെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ ഒക്കെ ദൈവം പേഴ്സണലി അറിയുന്നുവെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പരീക്ഷ ഹാളുകളിൽ, ഇതുപോലെ ഇന്റർവ്യൂ ഇടങ്ങളിലൊക്കെ വിറങ്ങലിച്ച് നിൽക്കുന്ന വ്യക്തികൾ, ഇവരെയൊക്കെ ദൈവം വ്യക്തമായി അറിയുന്നു. നീ ഭയപ്പെടേണ്ട എന്ന ബോധ്യവും ഉറപ്പും ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. നിന്നെ ഇപ്പോൾ ആര് കാണുന്നില്ല എങ്കിലും, നിനക്ക് അറിവുള്ള, നിനക്ക് പരിചയമുള്ള, നിന്നെ ചേർത്ത് പിടിക്കുവാൻ കണക്കിനുള്ള ആര് നിന്റെ അടുത്തില്ല എങ്കിലും, സർവശക്തനായ ദൈവം, പേർ ചൊല്ലി വിളിച്ച ദൈവം നിന്റെ ഒപ്പമുണ്ട് എന്ന് ഈ വചനം നമുക്ക് വ്യക്തമായിട്ടുള്ള ഉറപ്പ് തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വചനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, മറ്റാർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കത്തില്ല. രോഗത്തിനോ ദുരിതത്തിനോ കടബാധ്യതയ്ക്കോ മറ്റ് ലോകത്തിന്റെ ജഡീകതയ്ക്കോ ദോഷങ്ങൾക്കോ ഒന്നിനും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. നീ എനിക്കുള്ളവൻ എന്ന ദൈവം ഉറപ്പിച്ചു പറയുന്നുണ്ട്. നാം ദൈവത്തിലുള്ളവരാണെന്ന ബോധ്യത്തില് നമ്മുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. മൂന്നാമതായത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഈ ദൈവം നമ്മെ ദൈവത്തിൻ്റെതാക്കുവാൻ കൊടുത്ത ഒരു വിലയുണ്ട്. അത് നാം മറന്നു പോകരുത്. ഈ വചനം പഠിപ്പിക്കുന്നത് അപ്രകാരമാണ്. വ്യക്തമായി പറയും, നീ എനിക്കുള്ളവൻ തന്നെ. നാം ദൈവത്തിൻ്റെതായിരുന്നു. നാം അറിഞ്ഞോ അറിയാതെ പാപത്തിൻ്റെതായി തീർന്നു. ആ പാപത്തിൻ്റെതായിരുന്ന നമ്മെ മടക്കി വരുത്തുവാൻ, വിലക്കെടുക്കുവാൻ ദൈവം കൊടുത്ത ഒരു വിലയുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ ഒരു മനോഹര വചനം നമുക്ക് കാണാം. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വില. തന്റെ പുത്രൻ യേശു ക്രിസ്തു ആ വീണ്ടെടുപ്പിന്റെ വിലയെ ഗണ്യമാക്കാതെ ജീവിച്ചാൽ നമുക്ക് ന്യായവിധി തെറ്റി ഒഴിയുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വിനയത്തോടെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകിയ
ദൈവത്തിന് നന്ദി കരേറ്റി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിലൊരു ജീവിതം സംജാതമാകുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളെ നിർമ്മിച്ച കർത്താവേ, സൃഷ്ടിച്ച കർത്താവേ, ഞങ്ങൾ അവിടുത്തേതാണ്. അങ്ങ് ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണല്ലോ. ഈ ലോകത്തിന്റെ യാതൊന്നിനും ഞങ്ങളുടെ മേൽ അവകാശമല്ല. ഞങ്ങൾ അങ്ങയുടേതായി തീരുവാനും അങ്ങിൽ ചേർന്ന് ജീവിക്കുവാനും അങ്ങയുടേതാക്കുവാൻ അങ്ങ് കൊടുത്ത ആ ക്രിസ്തു എന്ന വീണ്ടെടുപ്പ് വിലയെ ഞങ്ങൾ ഗണ്യമാക്കി മഹത്വം കരേറ്റി നന്ദിയുള്ളവരായി ജീവിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.